ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അമീറ. ഇന്നത്തെ ടോപ്പിക് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്, അഥവാ ഉപവാസത്തെക്കുറിച്ചാണ്. എന്താണ് ഉപവാസം എന്ന് നോക്കാം. ഭക്ഷണപാനീയങ്ങൾ ഒരു നിശ്ചിത കാലത്തേക്ക് ഉപേക്ഷിക്കലാണ് ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം. ഉപവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടിണി കിടക്കലല്ല. കാരണം പട്ടിണി എന്നാൽ ഭക്ഷണപാനീയങ്ങൾ കിട്ടാത്ത അവസ്ഥയ്ക്കാണ്. എന്നാൽ ഉപവാസം ഭക്ഷണപാനീയങ്ങൾ ഉണ്ടായിരിക്കെ നിശ്ചിത സമയത്തേക്ക് ഉപേക്ഷിക്കാൻ തയ്യാറാവലാണ്. ഇനി ഉപവാസം ഏതെല്ലാം തരത്തിലുണ്ടെന്ന് നോക്കാം. ഡ്രൈ ഫാസ്റ്റിംഗ്, വാട്ടർ ഫാസ്റ്റിംഗ്, ഡിറ്റോക്സ് ഫാസ്റ്റിംഗ്, ജ്യൂസ് ഫാസ്റ്റിംഗ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഡ്രൈ ഫാസ്റ്റിംഗ് മതങ്ങൾ നിർദ്ദേശിക്കുന്ന ഉപവാസങ്ങൾക്കാണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഭക്ഷണപാനീയങ്ങളൊന്നും ഒരു പ്രത്യേക സമയത്തേക്ക് ഉപയോഗിക്കുന്നില്ല. അടുത്തത് വാട്ടർ ഫാസ്റ്റിംഗ്. ഒരു നിശ്ചിത കാലത്തേക്ക് ശുദ്ധവെള്ളമൊഴിച്ച് മറ്റെല്ലാ ഭക്ഷണപാനീയങ്ങളും ഉപേക്ഷിക്കുന്നതിനെയാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാട്ടർ ഫാസ്റ്റിംഗ് 1 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ കൂടുതൽ അനുഷ്ഠിക്കണമെങ്കിൽ ഒരു വിദഗ്ധ നാച്ചുറോപ്പതി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. വാട്ടർ ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ശാരീരികവും മാനസികവുമായ പൂർണ്ണ വിശ്രമം അനിവാര്യമാണ്. ആരോഗ്യ സംരക്ഷണാർത്ഥവും ചികിത്സാർത്ഥവും ആളുകൾ വാട്ടർ ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കാറുണ്ട്. വാട്ടർ ഫാസ്റ്റിംഗ് ഒരാൾ യഥാവിധി അനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ പുറന്തള്ളി ശരീരത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാട്ടർ ഫാസ്റ്റിങ്ങിലൂടെ ആന്തരാവയവങ്ങളായ വൃക്ക, കരൾ, ഹൃദയം, ആമാശയം, ശ്വാസകോശം, പാൻക്രിയാസ് എന്നിവയുടെ പ്രവർത്തനശേഷി വർദ്ധിക്കുന്നു. ഉപവാസത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്നത് ആമാശയത്തിന് വിശ്രമം നൽകുകയെന്നതാണ്. വെള്ളം മാത്രം കൊണ്ടുള്ള ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ തന്നെ സംഭരിച്ചു വച്ചിരിക്കുന്ന ഗ്ലൈക്കജൻ ഉപയോഗിക്കുന്നതിനാൽ തടി കുറയുന്നു. ഇനി ഉപവാസം മുറിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏതൊരു വിഡ്ഢിക്കും ഉപവാസമെടുക്കാം. പക്ഷേ ഒരു വിവേകമുള്ളവന് ഉപവാസം മുറിക്കാനറിയൂ. അതായത് 1-2 ദിവസം വെള്ളമോ ജ്യൂസോ മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുകയും ശേഷം മുറിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയിൽ ആയിപ്പോവരുത് എന്നർത്ഥം. വാട്ടർ ഫാസ്റ്റിംഗ് ആണ് എടുത്തതെങ്കിൽ അയാൾ ഒരു ദിവസം കംപ്ലീറ്റ് ജ്യൂസ് ഡയറ്റിലേക്ക് വരികയും ശേഷം പഴങ്ങളും പച്ചക്കറികളും അതേപടി കഴിക്കുക. ശേഷം അടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ വേവിച്ച പച്ചക്കറികളും 100 ഗ്രാം ചോറും കഴിക്കാം. ഇതിന്റെ കൂടെ കൊഴുപ്പടങ്ങിയവ ഒഴിവാക്കുക. അടുത്ത ദിവസം മാത്രമേ അയാൾ കൊഴുപ്പും മത്സ്യമാംസാദികളും കഴിക്കാവൂ. കീറ്റോ അല്ലെങ്കിൽ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ പ്യുവർ വാട്ടർ ഫാസ്റ്റിംഗ് 2 ദിവസത്തിൽ കൂടുതൽ എടുത്തെങ്കിൽ എങ്ങനെ ഈ വാട്ടർ ഫാസ്റ്റിംഗ് ഗുണകരമായി അവസാനിപ്പിക്കാമെന്ന് നോക്കാം. അവർക്ക് അനുവദനീയമായ ഫ്രൂട്ട് ജ്യൂസസോ വെജിറ്റബിൾ ജ്യൂസസോ വെച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കുക. തൊട്ടടുത്ത സമയം ഭക്ഷണം കഴിക്കുമ്പോൾ വേവിച്ച പച്ചക്കറികളും സാലഡ്സും അല്പം മോരും ഉൾപ്പെടുത്തുക. അടുത്ത ഭക്ഷണത്തിൽ മാത്രമേ മത്സ്യമാംസാദികളും കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഉൾപ്പെടുത്താവൂ. അല്ലാതെ വാട്ടർ ഫാസ്റ്റിംഗ് മത്സ്യമാംസാദികളും കൊഴുപ്പും കൊണ്ടവസാനിപ്പിച്ചാൽ അത് അവരുടെ ആമാശയത്തിന് സഡൻ ഷോക്ക് നൽകുകയും യഥാർത്ഥ വാട്ടർ ഫാസ്റ്റിങ്ങിന്റെ ഗുണം നഷ്ടപ്പെടാനും വെയിറ്റ് ലോസ് കുറയാനും സാധ്യതയുണ്ട്. വാട്ടർ ഫാസ്റ്റിങ്ങിൽ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. വാട്ടർ ഫാസ്റ്റിങ്ങിന്റെ ഇടയിൽ ചായ, കോഫി, ബട്ടർ കോഫി, മോര്, സോഡ, കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയ പാനീയങ്ങൾ കുടിക്കുകയാണെങ്കിൽ യഥാർത്ഥ വാട്ടർ ഫാസ്റ്റിങ്ങിന്റെ ഗുണം അയാൾക്ക് നഷ്ടപ്പെടും. ഇവിടെ വെള്ളം മാത്രമേ കുടിക്കാവൂ. അതുപോലെ മുല കൊടുക്കുന്ന അമ്മമാർ ഒരു തരത്തിലുള്ള ഉപവാസവും അനുഷ്ഠിക്കരുത്. കാരണം മുലപ്പാൽ ഉൽപാദന പ്രക്രിയയെ ഇത് തടസ്സപ്പെടുത്താനോ ഉൽപാദനം കുറക്കാനോ കാരണമാകും. കുട്ടികൾക്ക് ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നിത്യരോഗികളാവാനും ഇത് ഇടവരുത്തും. ഞാൻ ഇത്രയും സമയം സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഹെൽത്ത് വീഡിയോസ് നിങ്ങൾക്ക്
മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയവുമായി വരുന്നതുവരെ ബൈ.